സത്യത്തിൽ ഞാൻ ഈ ഒരു കോണ്ടന്റ് ചെയ്യാനിരുന്നതല്ല. ഞാൻ വേറൊരു വിഷയം എടുത്തു വെച്ച് അതിൽ സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് വെഞ്ഞാറമൂട് കേസിലെ അഫാൻ ജയിലിൽ നിന്ന് ആത്മഹത്യ ശ്രമം നടത്തി വെന്റിലേറ്ററിലാണ്, ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെന്നുള്ള ന്യൂസൊക്കെ പുറത്തു വരുന്നത്. എന്താണെങ്കിലും അതിൽ കുറച്ച് പറയാനുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സിലുള്ള ചിലരുടെ കമൻസിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. ഇപ്പോൾ വിഷയം വേറൊന്നുമല്ല, ചെങ്ങായി ജയിലിൽ തൂങ്ങിയിട്ട് ചത്തില്ല, ചാവാൻ പാടില്ല, നരകിക്കണം. ഒന്നും അറിയാത്ത കുറച്ച് പേരെ അങ്ങോട്ട് അടിച്ച് വെട്ടി തീർത്ത് കളഞ്ഞല്ലേ പടുവാബി. ഇപ്പം ഈ അങ്ങനെ ഒറ്റടിക്കാണ്ട് പോരുത് സൂചിച്ചിട്ട്. അനുഭവിക്കണം, കിടന്ന് നരകിച്ച് അനുഭവിച്ച് പുഴുത്തേ തീരാൻ പാടുമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇവനെന്താടാ ഇങ്ങനെ പറയുന്നത്, ഇവന് മനുഷ്യത്വമില്ലേ, ഇവന് മനുഷ്യാവകാശമില്ലേ എന്ന് ചോദിക്കുന്ന മഹാന്മാരോട് എനിക്ക് അങ്ങനത്തെ ഒരു മുടിയില്ല. ഇവൻ്റെയൊക്കെ കേസിൽ ഇവനൊക്കെ ഇങ്ങനെ നരകിച്ച് ഇല്ലാതായി തീരുന്നത് നമ്മൾ അറിയണം. അതിങ്ങനെ അറിയുമ്പോഴാണ് സൊസൈറ്റിയിൽ കുറേ പേർക്ക് അയ്യോ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു പേടി വരും. അല്ലെങ്കിൽ പിന്നെ ഒറ്റയടിക്ക് നമ്മുടെ സിസ്റ്റം തന്നെ എന്ത് ചെയ്യണം, ഇതേപോലുള്ള ക്രൂര കൃത്യങ്ങൾ ചെയ്യുന്നവരെ സ്പോട്ടിൽ തൂക്കുക, കഴിഞ്ഞ പരിപാടി കലാസ്. അങ്ങനത്തെ ഒരു സിസ്റ്റം വേണം. ഇവിടെ പിന്നെ അതില്ലല്ലോ. ഇപ്പം എന്താണെങ്കിലും വെഞ്ഞാറമൂട് കൂട്ടക്കൊല ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച് അഫാൻ്റെ നില അതീവ ഗുരുതരം, ശ്വസിക്കുന്നത് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ. എന്ത് ഗതികേടടി, നമ്മളൊക്കെ അടയ്ക്കുന്ന ടാക്സ്, നമ്മുടെ നികുതി പണത്തിൽ ഈ വൃത്തികെട്ടവനെയൊക്കെ ചികിത്സിക്കാനുള്ള പൈസയും അതിനുള്ള ഫെസിലിറ്റിയും കൊടുക്കണം ലോൺ ആലോചിക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിയുക. ഓഫ്. ഈ അഫാനെ UTB ബ്ലോക്ക് എന്ന് പറയുന്ന പ്രത്യേക ബ്ലോക്കിലാണ് പാർപ്പിച്ചിരുന്നത്. അവിടെ ഈ മാവോയിസ്റ്റ് തടവുകാരും അതുപോലെ തന്നെ പ്രശ്നക്കാരായ തടവുകാരും എപ്പോഴും നിരീക്ഷണം ആവശ്യമുള്ള തടവുകാരെയൊക്കെ പാർപ്പിക്കുന്ന ബ്ലോക്കാണ് ഈ UTB ബ്ലോക്ക്. അതുപോലെ തന്നെ അഫാൻ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് അഫാനോടൊപ്പം ഒരു തടവുകാരനെയും എപ്പോഴും നിരീക്ഷണത്തിന് പാർപ്പിച്ചിരുന്നു. ഇന്നേ ദിവസം ഈ രാവിലെ ഈ തടവുകാരെ TV കാണിക്കുന്ന ദിവസമാണ്, ഞായറാഴ്ച രാവിലെ. അതോടൊപ്പം തന്നെ ഫോൺ ചെയ്യാനും തടവുകാരെ അനുവദിക്കുന്ന ദിവസമാണ്. അവിടെ എപ്പോഴും നിരീക്ഷണത്തിന് 2 പ്രസിഡന്റ് ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഫോൺ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അഫാൻ ഈ ശുചിമുറിയുടെ ഭാഗത്തേക്ക് പോയത്. അപ്പോൾ തൊട്ട് കുറച്ചു മാറി അകലെയായിട്ടാണ് ഈ പറയുന്ന വാർഡൻ നിന്നിരുന്നത്. അപ്പോൾ ഉണക്കാനിട്ടിരുന്ന അവിടെ ഈ അലക്കിയ ശേഷം ഉണങ്ങാനായി ഇട്ടിരുന്ന ഒരു മുണ്ടെടുത്ത് അകത്ത് കയറി ശുചിമുറിക്ക് അകത്ത് കയറി. ഈ ശുചിമുറിക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഡോറില്ല. ആ അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി ഈ മുണ്ട് കെട്ടിയിട്ട് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ഞരക്കവും ശബ്ദവും കേട്ട് ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ ഓടി അവിടെ എത്തി. അയാൾ വിളിക്കുകയും മറ്റു തടവുകാർ, TV കണ്ടുകൊണ്ടിരുന്ന മറ്റു തടവുകാരെല്ലാം ഓടിയെത്തുകയും അപ്പോൾ തന്നെ അഴിച്ചിറക്കി ആംബുലൻസിൽ എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ അഫാന്റെ ആരോഗ്യാവസ്ഥ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇടയ്ക്ക് ശ്വസിക്കുന്നുണ്ട്, പക്ഷേ തലച്ചോറിലേക്കുള്ള ഈ പറയുന്ന ഓക്സിജന്റെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. പക്ഷേ ഈ അയാളുടെ പ്രായമൊക്കെ കണക്കാക്കുമ്പോൾ ഒരു അപകടാവസ്ഥ തരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും നിലവിൽ MIC-യിൽ ആണ് അയാൾ ഈ അഫാനെ. ഒരു വെന്റിലേഷനിലൊക്കെയാണോ, അങ്ങനെയാണോ അരുൺ? ഗുരുതരാവസ്ഥയിലാണെന്ന് അരുൺ തന്നെ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു വെന്റിലേഷൻ അത്തരം സഹായങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ടോ? അത്രയും ഗുരുതരാവസ്ഥയുണ്ടോ? അറിയാം, അങ്ങനെ എന്താണ് മനസ്സിലാവുന്നത്? അല്ല, നിലവിൽ ഗുരുതരാവസ്ഥയിലാണ് തുടരുന്നത്. നിലവിൽ ഒന്നും പറയാറായിട്ടില്ല. നിലവിൽ ഗുരുതരമായി ക്രിട്ടിക്കലാണ് പേഷ്യന്റ് എന്ന് മാത്രമാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് ഈ പ്രായമൊക്കെ കണക്കാക്കുമ്പോഴേക്കും അത്തരത്തിലുള്ള അപകടാവസ്ഥ ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ ഓക്സിജനൊക്കെ കൊടുത്തതിന് ശേഷം തരണം ചെയ്ത് വന്ന കേസുകളും ഉണ്ടെന്ന് പറയുന്നു. നിലവിൽ അങ്ങനെ പറയാൻ കഴിയില്ല. നിലവിൽ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ബന്ധപ്പെട്ടപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. ഈ വൃത്തികെട്ടവൻ തീർന്നാൽ സന്തോഷം, തീരാതെ തിരിച്ചു വന്നാൽ നരകിച്ച് കിടന്നാൽ അതിലേറെ സന്തോഷം. കാരണം എന്താ അറിയോ, ഇവന് ആരോഗ്യമുണ്ട്, ഇവൻ്റെ വയസ്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തൊക്കെ ഉണ്ടെങ്കിലും ചെയ്ത പ്രവൃത്തി അതിനുള്ള കർമ്മ കിട്ടാതിരിക്കില്ലല്ലോ. ഒന്നും അറിയാത്ത ആ അനിയൻ ചക്കനെ വരെ ഇവൻ തലക്കടിച്ച് തീർത്തതാണ്. ഇപ്പം ഇവന് ശ്വാസം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ അവന് മനസ്സിലാവൂലൂടെ ഇവന്, മനസ്സിലായ? അപ്പോൾ സംഗതി ഒരു സങ്കടമുണ്ട്, ഈ പന്നകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ നികുതി പൈസയിൽ നിന്ന് എടുത്തിട്ട് ഈ ചിലവാക്കണമല്ലോ എന്നുള്ളത്. ഏതായാലും ജയിലധികൃതർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിൽ ഓക്കെ അവരുടെ പല സീനുകളും അവർക്ക് പിടിക്കും.
കാരണം ഇങ്ങനത്തെ പ്രതികളെയൊക്കെ UTV ബ്ലോക്കിൽ താമസിപ്പിക്കുന്ന സമയത്ത് പ്രത്യേകം അവർക്കൊരു എന്താ പറയുക നിരീക്ഷണം കൊടുക്കണം എന്നുള്ളതൊക്കെ ഉള്ളത് തന്നെയാണ്. ഒക്കെ അണ്ടർ ട്രയൽ ആയതുകൊണ്ട് തന്നെ. ആൻഡ് ഈ റീസെൻ്റ്ലി ആണ് ഉപ്പാൻ്റെ ഉമ്മാനവൻ തീർത്തതിൽ കുറ്റപത്രവും കാര്യമൊക്കെ പോലീസ് സമർപ്പിച്ചിട്ടുള്ളത്. 400 പേജോ 400+ പേജുള്ള ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വരുന്ന 10 ദിവസങ്ങളിൽ ബാക്കി കേസുകളിലെ കുറ്റപത്രം കൂടി സമർപ്പിക്കുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ വിഷയം ഇവന് TV കാണാം, ഫോൺ വിളിക്കാം, ഫെസിലിറ്റീസ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവനെന്താ പറയുക, ലക്ഷറി ലൈഫ് നിങ്ങോട്ട് മാറി. എന്തായാലും പെട്ടെന്നൊന്നും ഇല്ല, പുറത്തിറങ്ങിയാൽ ആളുകൾ എന്ത് ചെയ്യും, തച്ചു കൊല്ലും. അതുകൊണ്ട് ഉള്ളിൽ തന്നെ കാലാകാലം ഇതിങ്ങനെ വന്നപ്പോൾ എന്നാൽ ശരി, അതിൽ നല്ല എന്താ ഒറ്റയടിക്കാണ് തീരുന്നവന് ഭയങ്കര ലക്ഷറിയാണ്. മനസ്സിലായോ? അവനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് തീരുന്നത് ലക്ഷറിയാണ്. കാരണം ഇനി അവനില്ല. ഇവനെപ്പോലുള്ള ആളുകൾക്ക് കിടത്ത് നല്ലത്, ഇങ്ങോട്ട് കിടത്ത്, അവിടെ ഇരിക്കട്ട്, നരകിക്കട്ട്. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിനകത്ത് നന്മമരങ്ങളാവുന്ന, മനുഷ്യത്വം പറയുന്ന, മനുഷ്യാവകാശം, മരിച്ചവർക്ക് മനുഷ്യാവകാശം അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശമൊന്നുമില്ല, കൊന്നവന് വേണ്ടി മനുഷ്യാവകാശം മനുഷ്യത്വമൊക്കെ പറയുന്ന ആളുകൾ കുറേ എണ്ണം കമൻറ്റ് ബോക്സിൽ കാണാൻ പറ്റി. എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. ചെയ്ത തെറ്റ് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് ശിഷ്ടകാലം മാതാപിതാക്കളെ നോക്കി ചെയ്ത പാപത്തിനെല്ലാം കഴുകിക്കളയുന്ന അവസരം ഉണ്ടാവട്ടെ. എന്താണ് എന്നൊരു കാര്യം ചെയ്യും, ഈ കമൻ്റ് ഇട്ട അലി അലന്നല്ലൂരം മൂപ്പരൊരു കാര്യം ചെയ്യും, ഇവൻ ഇങ്ങനെ ചെയ്ത പാപമൊക്കെ മാനസാന്തരപ്പെട്ട് വരുമ്പോൾ നിങ്ങൾ കൂടെ കൂട്ടിക്കോ. എന്നിട്ട് നിങ്ങളൊരു ചാൻസ് കൊടുക്കും, എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളത് കൊണ്ടുപോയിക്കും. ഓൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അവനെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്രത്തോളം മാനസാന്തരപ്പെട്ട് വരുന്ന ഒരാളെ ഇങ്ങക്ക് 2 കൈയും നീട്ടി സ്വീകരിക്കാൻ പറ്റുമോ അത്രത്തോളം വിശാല മനസ്കരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. എന്തൊരു അവസ്ഥയായിരിക്കും ആ കുടുംബത്തിൻ്റെ. ഒരു നിമിഷത്തെ അശ്രദ്ധ ആവാം അവനെ ക്രൂരനായ കൊലപാതകയാക്കിയത്. ഒരു മോനെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്ന ആശ്വാസം ആ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുന്നു. അവനു വേണ്ടി പ്രാർത്ഥിക്കണോ അതോ അവൻ എതിരായി പ്രാർത്ഥിക്കണോ എന്നൊന്നും എനിക്കറിയില്ല. എന്താ അറിയാത്ത? അതറിയണമല്ലോ. അവനെതിരെ എന്നല്ലേ വേണ്ട, അല്ലെങ്കിൽ അവന് വേണ്ടി എന്നെങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ഒന്നും അറിയാത്ത കുറേ ആളുകളുടെ ജീവൻ അവൻ ചുമ്മാ എടുത്തതല്ല, അവൻ അതിക്രൂരമായി പ്ലാൻ ചെയ്ത് അടിച്ച് തീർത്തതാണ് അവൻ. മനസ്സിലായ? അപ്പം അങ്ങനത്തെ ഒരുത്തന് നിങ്ങൾ പ്രാർത്ഥിക്കണോ, അവന് വേണ്ടി പ്രാർത്ഥിക്കണോ, പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണോ? എന്തൊരു കെയറിങ് ആണ്. ഞാൻ പറയുമ്പോൾ ഇങ്ങനത്തെ കമൻ്റ് ഇടുന്ന ആളുകളെ ശരിക്കും എന്താ അറിയോ, ഇവനെക്കുറിച്ച് ഇത്രത്തോളം കെയറേട്ടന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഇവൻ എന്ത് ചെയ്യണം, ജയിലിൽ തീറ്റിപ്പോറ്റണം. നമ്മളെ പൈസയ്ക്കാവരുത്. ഇവന് വേണ്ടി ഇത്രത്തോളം കുറേ ആൾക്കാരുണ്ടല്ലോ. ഒരു സാധാരണ ചെറുപ്പക്കാരൻ എന്നെ ക്രിമിനലായി മാറി. എങ്ങനെ ക്രിമിനലായി മാറി, എന്തുകൊണ്ട് ഈ അതിക്രമം അവൻ ചെയ്തു, അതിനെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണ്ടേ? അതൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് കാക്ക, ചിന്തിക്കാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തുകൊണ്ട് ഇത് ചെയ്തു, എങ്ങനെ ഈ 10-40 ലക്ഷം രൂപ കടം വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഉമ്മാൻ്റെ വേർഷനും ഉപ്പാൻ്റെ വേർഷനും ഇവൻ കൊടുത്ത മൊഴി കാര്യങ്ങളൊക്കെ പുറത്ത് വന്നതല്ലേ. അപ്പോൾ ഇനി അത് ചിന്തിക്കാം, ഈ കേസിലൂടെ ചിന്തിക്കാം. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിലും വലിയൊരു കാര്യം എന്താ ചിന്തിക്കേണ്ട അറിയാം, ഇനി ഇങ്ങനെ പ്രവൃത്തി ചെയ്താൽ ഈ നിയമം നിങ്ങൾക്ക് എന്ത് ശിക്ഷ തരും എന്നുള്ളത് ചിന്തിക്കുമ്പോഴല്ലേ ശരിക്കും ഇനി ഒരാൾ കുറ്റം ചെയ്യാൻ പോകുന്നതിന് മുന്നേ പേടിക്കൂ. ശരിക്കും അവിടെയല്ലേ നാട്ടുകാരെ ശരിക്കും അവിടുത്തെ നിയമം ചിന്തിപ്പിക്കേണ്ടത് അല്ലേ? ഇത്രത്തോളം കൊടും ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ഒരുത്തനെ നമ്മളെ നിയമം എന്ത് ചെയ്തു എന്നുള്ളത് ആളുകളിലേക്ക് എത്തിയാൽ, അതിൽ നിന്നൊരു പേടി വന്നാൽ നാളെ ഇങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്യാതിരിക്കില്ലേ ആളുകൾ? അതാണ് ശരിക്കും കുറച്ച് കൂടുതൽ വേണ്ടത്. കൊടുക്കേണ്ടത് ഇവിടുത്തെ നിയമം തന്നെ കൊടുക്കണം. അയ്യോ കഷ്ടം പാവം ചിക്കൻ, തെറ്റുതിരുത്തി അവൻ മാനസാന്തരപ്പെടുമായിരിക്കും അല്ലേ? അയ്യോ ജയപ്രകാശേ, അളിയ ഇത്രത്തോളം സ്നേഹവും എത്രത്തോളം പാവം ചെക്കനാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ആദ്യം കമൻ്റ് ഇട്ട ഏട്ടനോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു അസോസിയേഷൻ ഉണ്ടായിക്കോളൂ, ഫാൻസ് അസോസിയേഷൻ, അഫാൻ ഫാൻസ് അസോസിയേഷൻ. എന്നിട്ട് ഓൻ പുറത്തിറങ്ങാനും ഓന് വേണ്ടിയിട്ട് വാദിക്കാനും ഒരു ബാക്കി ഇനി പുറത്തിറങ്ങുമ്പോൾ പരിപാടികൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ കുറച്ച് സെറ്റപ്പ് കൊടുക്കും. നാളെ ഫ്ലെക്സൊക്കെ വെച്ച് ഓൻ്റെ ഫോട്ടോ വെച്ച ടീഷർട്ടൊക്കെ എടുത്തിട്ട് ഇറങ്ങിക്കൂടി. അല്ല അതെന്ത് പറയാനാണ്? സ്വന്തം ചോര, ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം ചോര അനിയനെ മന്തി മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു വിട്ട് തിരിച്ചു വന്നപ്പോൾ അടിച്ച് ഇല്ലാതാക്കിയവൻ.
എത്രയോ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട ഒപ്പം കൂടി പെണ്ണിനില്ലാതാക്കിയത്. ഉമ്മാനേക്കാ നമ്മൾ സ്നേഹിച്ച, അല്ലെങ്കിൽ ഉമ്മാക്ക് അത്ര തന്നെ സ്നേഹിച്ച് കണ്ട് ഉപ്പാൻ്റെ ഉമ്മ അവരടിച്ചില്ലാതാക്കിയത്. ഉപ്പാൻ്റെ സഹോദരൻ്റെ കുടുംബം തന്നെ ഇന്നിപ്പോൾ എന്താ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടുത്തെ ഉപ്പയും ഉമ്മയും പോയി, അവിടുത്തെ മക്കൾക്ക് ഉപ്പയും ഉമ്മയും ഇല്ലാതാക്കിയവൻ. അങ്ങനത്തെ ഒരുത്തന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ കിടന്നിട്ട് ഇത്രത്തോളം ഘോരമായിട്ട് മനുഷ്യാവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവനൊരു ഭയങ്കര എന്താ പറയുക, ക്രൂക്കഡാണ്. ചിലപ്പോൾ ഇവൻ ഇത് ചെയ്തത് തന്നെ കുറച്ച് കാലം ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കിടക്കാം, അല്ലെങ്കിൽ ഇവനൊരു മാനസിക രോഗി എന്നുള്ളൊരു ലേബലിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന് മുന്നോട്ടുള്ള കേസിന് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടിയാലോ, അങ്ങനെയൊക്കെ ചിന്തിക്കും. കാരണം ഇവ ഒരു ബോൺ ക്രിമിനൽ മൈൻഡുള്ള ഒരുത്തനാണ്. ഈ അഫാന് ഈ പറഞ്ഞ കൂട്ടക്കൊലയ്ക്ക് ശേഷം തന്നെ വിഷം കുടിച്ചതിന് ശേഷമാണ് ഈ സ്റ്റേഷനിൽ ഹാജരായത്. അതിനുശേഷം അയാളെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഈ ജയിലിനുള്ളിൽ പലതരത്തിൽ കൗൺസിലിംഗ് നടത്തിയിരുന്നു. അപ്പോൾ ആത്മഹത്യ ചെയ്യില്ല, ചെയ്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പശ്ചാത്താപം ഒക്കെ ഈ സഹതടവുകാരനോടും ജയിൽ ഉദ്യോഗസ്ഥരോടൊക്കെ പറയുന്നു. അധികം സംസാരിക്കാറില്ലായിരുന്നു ജയിലിൽ. പക്ഷേ എപ്പോഴും വേണമെങ്കിലും ഇങ്ങനെ ഈ ഡോക്ടർമാരുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്താൻ സാധ്യതയുണ്ട് എന്നൊരു ഒരു ധാരണയിലാണ് ഈ പറയുന്ന ഈ യൂട്യൂബ് ബ്ലോക്കിൽ ഇയാൾക്കൊപ്പം മറ്റൊരു വിശ്വാസമുള്ള ഒരു തടവുകാരനെ കൂടി ഇട്ടത്. അയാളുമായി നിരന്തരമായി സംസാരിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. ഇന്ന് ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഈ ഫോൺ ചെയ്യാൻ പോയി. മാത്രമല്ല മറ്റു തടവുകാർ, ചില മാവോയിസ്റ്റ് തടവുകാരുണ്ട്, ഇരട്ടക്കൊലക്കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ചില ആൾക്കാരുണ്ട്, എപ്പോഴും നിരീക്ഷണം നടത്തേണ്ട ചില തടവുകാരുണ്ട്. കാരണം ജയിലിനുള്ളിൽ തന്നെ പ്രശ്നക്കാരായിട്ടുള്ള ചില തടവുകാരെയൊക്കെയാണ് ഈ UTA ബ്ലോക്കുകളിലേക്ക് മാറ്റുന്നത്. അങ്ങനെ ആ ബ്ലോക്കുകളിൽ മാറ്റിയിരുന്ന സമയത്താണ് ഈ സംഭവിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചൊരു അടിയന്തര റിപ്പോർട്ട് ജയിൽ മേധാവി ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടോട് ചോദിച്ചിട്ടുണ്ട്. സൂപ്രണ്ട് ഇപ്പോൾ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഈ പറയുന്ന റിപ്പോർട്ട് സർക്കാരിലേക്കും അതുപോലെ തന്നെ ജയിൽ മേധാവിക്കും നൽകുന്നതായിരിക്കും. എന്തായാലും ഈ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു പ്രത്യേകിച്ചും ഈ തടവുകാരന്റെ കാര്യം. അതിലേതെങ്കിലും തരത്തിലുള്ള വീഴ്ച പ്രാഥമിക ദൃഷ്ടിയാൽ തടവുകാർ ഈ പറയുന്നത് ഈ ഉദ്യോഗസ്ഥൻ തന്നെ ആ ഞരക്കം കേട്ടപ്പോൾ ഓടി അവിടെ എത്തുകയും പെട്ടെന്ന് തന്നെ അയാളെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. മറ്റു തടവുകാരും ഒപ്പമുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ പറയുന്നത് പോലെ അയാൾ ആ ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ ഒരു നിരീക്ഷണം അവിടെ കൊടുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് സംഭവിച്ചോ എന്ന കാര്യം ഇനി ജയിൽ അധികൃതർ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഇന്ന് സൂപ്രണ്ട് സ്ഥലത്തുണ്ടായിരുന്നില്ല. സൂപ്രണ്ട് ഇപ്പോൾ അവിടെ എത്തി ഒപ്പമുണ്ടായിരുന്നവരുടെയൊക്കെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി ജയിൽ മേധാവിക്ക് കൊടുത്ത ശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചോ, നടപടി സ്വീകരിക്കണോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ പോവുക. കൗൺസിലിങ്, ബാക്കി ട്രീറ്റ്മെന്റുകൾ, TV, ഫോണ്, പിന്നെ ആ ലക്ഷറി ഒന്നും അതായത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പറഞ്ഞ പശ്ചാത്താപത്തിന് മുകളിലാണ് ഇപ്പം ഇതിനു വേണ്ടി ശ്രമിച്ചതെന്നുള്ളത്? ആവില്ല. ഇങ്ങനത്തെയൊക്കെ ക്രിമിനൽ മൈൻഡുള്ളവന്മാർ ഒന്നില്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും ഒരു മാനസിക രോഗി എന്നുള്ള രീതിക്ക് ഒരു ലേബിൾ മേടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫർദറായിട്ട് കുറേ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആവും എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇവനെന്നെ തോന്നിയിട്ടുണ്ടാവും പെട്ടു, ഇനി ആ ലക്ഷറി ലൈഫൊന്നും ഇല്ല, ഈ ലക്ഷറി ഒന്നും പോരായിരിക്കില്ല, മനസ്സിലായ പെട്ടിട്ടുണ്ട്, വേറെ വഴിയില്ല, പുറത്തിറങ്ങിയാലും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളപ്പോൾ ബാക്കിയുള്ളവർ അനുഭവിച്ച അത്രയൊന്നും അനുഭവിക്കാതെ പെട്ടെന്നാണ് പോകണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് പോയി തൂങ്ങിക്കാണും. ഇതാണെങ്കിലും കേട്ടപ്പോൾ പറഞ്ഞുകൊണ്ടൊന്നും തോന്നരുത്, എന്ത് തോന്നി എനിക്ക് പോപ്പം ഭയങ്കര സന്തോഷം. അല്ല പിന്നെ ഇവനൊക്കെ പറയുന്നില്ല. ഞാൻ അതാണ് വേറെ കണ്ടന്റ് മാറ്റി വെച്ചിട്ട് ഇതെന്നെ എടുത്ത് ചെയ്തത്. അതിൻ്റെ ഈ കമൻ്റ് ഇട്ടവന്മാരോട് നേരത്തെ പറഞ്ഞ പോലെ മരിച്ചവർക്ക് ഇല്ലാത്ത ഒരു തരത്തിലുള്ള നീതി, മനുഷ്യാവകാശം, മനുഷ്യത്വമൊന്നും കൊന്നവന് നിങ്ങൾ കൊടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, അത് അത്രയും എന്താ പറയുക എക്സ്ട്രീമാണ്. നിങ്ങൾ കാണേണ്ടിയെന്ന് അതിൻ്റെയൊക്കെ ഒരു വിഷ്വൽസൊക്കെ പലർക്കും അത് കിട്ടി കാണും. ഇങ്ങനെ സ്പ്രെഡായി പോയിരുന്ന ആ ടൈമിൽ സഹിക്കാൻ പറ്റില്ല നമുക്ക്. ഒന്നും അറിയാത്ത എത്ര പേരാണ് ഇവൻ പറയുന്നില്ല.